ഹലോ, എല്ലാവർക്കും മിസ് ഇൻറ്റൻസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 കിലോ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലോട്ട് ഒരു 4-5 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിപ്പം കൂടി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. 4 കറാമ്പൂവ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 കറാമ്പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമുക്കിത് നല്ലോണം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലാണ് വേവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് സുർക്കയും ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നല്ല വെണ്ണൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറി വന്നാൽ നമുക്കൊന്ന് മിക്സി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ലൊരു സ്മൂത്ത് ആക്കിയിട്ടൊന്ന് ഇത് അടിച്ചെടുക്കണം. ഞാൻ ആ ഒരു മിക്സിൽ ചൂടാറിയതിന് ശേഷം ഞാൻ അതിലോട്ട് ഇട്ടിരുന്ന കറാമ്പൂവും പട്ടമൊക്കെ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം ഞാൻ അത് മിക്സി ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണം. ഒരു പൗഡർ എടുത്തിട്ടുണ്ട്. ഈ പൗഡർ ഞാനൊരു അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നിന്ന് അരിച്ചെടുക്കണം. ഇതിലോട്ട് ഒരു 5 ടീസ്പൂണ് സുർക്ക വിനാഗിരി ഒഴിച്ചെടുക്കാം. ഇനി നമ്മുടെ പൊടിക്കനുസരിച്ചിട്ട് വേണം കഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി നമ്മൾ എടുത്തിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 5 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിച്ച് അത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ശേഷം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചുകൂടി റെഡി ആയിട്ടുണ്ട്. നല്ല കുട്ടികളൊക്കെ ഉണ്ടാക്കി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തിളച്ച് വരുന്ന നേരത്തെ ഇതൊന്ന് പൊട്ടും. ഇപ്പോൾ പൊട്ടണ നേരത്തെ കൈമൊക്കെ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് വേണ്ടത്. ഇനി ഞാൻ അടുപ്പത്തിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല വെണ്ണം പോകേണ്ടതായ കാരണം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളുടെ തക്കാളി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഞാൻ ഇപ്പോൾ ഗട്ടർ പഫ്റ്റിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലേസോ റൂറോ അങ്ങനെ എന്തായാലും എടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നന്നായിട്ട് അപ്പോൾ നിത ഉണ്ടാക്കിയതാണ്. നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.